19/6/2025 നടന്ന വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. 1. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റൂസോ. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ഏതു തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ആയിലം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏത്? റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1857 വിപ്ലവം ആദ്യമായിട്ടാണ് പൊട്ടിപ്പുറപ്പെട്ടത് സൂറത്തിലാണ്. ഇത് തെറ്റാണ്. 3. കാൺപൂരിൽ വിപ്ലവത്തിൻ്റെ നേതാവ് കൻവർ സിംഗ് ആയിരുന്നു. അതും തെറ്റാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? വെല്ലസി പ്രഭു. കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിൻ്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിൻ്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. 2019 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏതു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു? എവറസ്റ്റിലെ കാലാവസ്ഥ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുക്കലും. ഇതാണ് ഉത്തരം സി ആണ്. ലോകത്തിൻ്റെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രിയരീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാനഡയിലും അമേരിക്കയിലുമായി സ്ഥിതി ചെയ്യുന്ന. ഉത്തരം എ 2 ആണ്. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യകൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമോല രൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രം ട്രെയിൻ ടു പാകിസ്ഥാൻ. ജമ്മു കാശ്മീർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബാംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ചിനാബ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. 1. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് തുറമുഖം. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഉത്തരം ഡി ആണ്. എല്ലാം ശരിയാണ്. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? 4 മാത്രം. കാർവേ കമ്മിറ്റി. ട്രിറ്റിക്കം ഈറ്റിവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? ഉത്തരം ബി ഗോതമ്പ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ തന്നിരിക്കും ശരിയായത് ഏത്? ഉത്തരം സി ആണ്. 1, 2, 4. 1. 1935 സ്ഥാപിതമായി. 2. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. 4. ധനനയം നിയന്ത്രിക്കുന്നു. ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ബി ആണ്. ഇന്ത്യയുടെ സ്ഥാനം 3-ാമതാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഉത്തരം സി ആണ്. 1980 കാലഘട്ടത്തിൽ ആരംഭിച്ചു. അമൃത് കാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്ത താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഉത്തരം എ ആണ്. 2022-23 യൂണിയൻ ബഡ്ജറ്റ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? 1946 ഡിസംബർ 9. താഴെ കൊടുത്തിരിക്കുന്നതിൽ വിദ്യാഭ്യാസാവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. വിദ്യാഭ്യാസാവകാശം 86-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? അമേരിക്ക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം ബി വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം സി 324.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത്? 1ഉം 2ഉം ആണ് ശരിയല്ലാത്ത ഉത്തരമാണ്. 1. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി മാറിയത്. 2. ഇപ്പോൾ ഭരണഘടനയുടെ 200A എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു. വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ബി ആണ്. 1989 61ാം ഭേദഗതിയാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താൽപര്യത്തിനു വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ഡാഷാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താൽപര്യത്തിനു വേണ്ടിയോ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് രാജ്യസഭയാണ്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. 1. വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. 3. ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിനെ ഔദ്യോഗിക സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്നത്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്. ഉത്തരം ബി ഫെബ്രുവരി 2. സംസ്ഥാന ധനകാര്യ കമ്മീഷണറിനെ പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ഉത്തരം ഡി ആണ്. 1ഉം 2ഉം മാത്രമാണ്. 1. 1904 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 1886. 2. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം 2007 മെയ് 4. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1994 ഏപ്രിൽ 23. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഹീമോസോയിൽ. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ്. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് എലിസ. പ്രസവ ശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ HPV. വംശനാശം ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾക്ക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? എയും ബിയും സിയും ഡിയും ആണ്. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജ്ജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. താഴെ പറയുന്നതിൽ പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലാത്തത് ഏത്? ഉത്തരം ഡി ആണ്. സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്ര? 7ന് മുകളിൽ. അറ്റോമിക സംഖ്യ 23 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? അറ്റോമിക സംഖ്യ 23 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? ഉത്തരം സി ടി ബ്ലോക്ക്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? ഉത്തരം എ 5. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലിമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസാഗരം ഏത്? ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലിമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസാഗരം ഏത്? നിക്രോം. രാജാ രവിവർമ്മയെക്കുറിച്ച് പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഡി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമന്നൂർ കൊട്ടാരത്തിൽ ജനിച്ചു. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയതിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? സാഹിത്യമഞ്ജരി 4ാം ഭാഗം. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി ഏത്? നളചരിതം, ആട്ടക്കഥ. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഡി 3 മാത്രമാണ് തെറ്റ്. രോഹിത് ശർമ്മയെ ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുത്തു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ബി ആണ്. 3 മാത്രമാണ് ശരി. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷമാണ് സുനിത വില്യംസ് ബൂച്ച് വിൽമേറും ഭൂമിയിലെത്തിയത്.
അടുത്തത് മാത്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളാണ്. 51 3/8 ദശാംശ രൂപം. ഉത്തരം ബി 0.375. 52 5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് സാധാരണ പലിശയായി 200 രൂപ ലഭിച്ചു. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? ഉത്തരം ഡി 2205. 53 ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും 4:3 എന്ന അംശബന്ധത്തിലാണ്. 10 ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ 3:1 എന്ന അംശബന്ധത്തിലായി. ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളവും ഉണ്ട്? 18, 16. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എന്നാൽ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? 3. കോണുകളുടെ തുക 8200 ഡിഗ്രി ആയ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 47. ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം വംശത്തിൻ്റെ നീളത്തിൻ്റെ എത്ര മടങ്ങാണ്? 3 √2. 57 ഒരു ക്ലോക്കിലെ സമയം 10:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്രയായിരിക്കും? 135 ഡിഗ്രി. 58 ബ്രാക്കറ്റ് 0.25 ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.2554 കിട്ടുക? 16. 3നും 81നും ഇടയിൽ 2 സംഖ്യകൾ ചേർക്കുക. അങ്ങനെ ചേർക്കുന്ന ക്രമം ഒരു സമഗുണിത ശ്രേണിയാണ് എങ്കിൽ ആ 2 സംഖ്യകൾ ഏതെല്ലാം? 9ഉം 27ഉം. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ 20 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. എന്നാൽ മുഴുവൻ യാത്രയിലെയും ശരാശരി വേഗം എത്രയാണ്? ഉത്തരം ബി 24. ബി-സ് പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല? 14 ദിവസം. ബി-ന്റെ ഏതു അധ്യായമാണ് ക്രമസമാധാനം ശാന്തിയും നിലനിർത്തലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം അധ്യായം ബി 11. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? ഉത്തരം സി സംസ്ഥാന പോലീസ് മേധാവി. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്ത തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? 7 വർഷം വരെ തടവ്. ബി-സ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശം അറിയിക്കേണ്ടതാണ്. സെക്ഷൻ 47 പ്രകാരം. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറഞ്ഞിരിക്കുന്നതിൽ എന്തിനെ പറ്റി വിശദീകരിക്കുന്നു? കമ്മ്യൂണിറ്റി പോലീസിംഗ്. ഭാരതീയ സാക്ഷ്യ അധിനിയമയിൽ ഏതു സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 23. ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിലുള്ള ഭയം ഉളവാക്കുകയോ ചെയ്താൽ അയാൾ എന്ന കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കാവുന്നതാണ് ആക്രമണം. ഭാരതീയ സാക്ഷ്യ അധിനിയമം പ്രകാരം കാരിക്കോർച്ചർ ഒരു രേഖയാണ്. ഒരു ഗ്രാമത്തിൻ്റെ കാര്യങ്ങളും ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്ത മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ താഴെ പറയുന്ന ചില വസ്തുക്കളെ പറ്റി അറിയിക്കേണ്ടതാണ്. ഉത്തരം സി ആണ് എക്സും വൈയും. മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തോ ഉള്ള സ്ഥിരമോ താൽക്കാലികമോ ആയ താമസ സ്ഥലം, ഗ്രാമത്തിലോ സമീപത്തോ പെട്ടെന്നുള്ളതോ അസ്വാഭാവികമോ ആയ മരണം സംഭവിക്കുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ സമീപത്തോ ഏതെങ്കിലും മൃതദേഹമോ മൃതദേഹത്തിൻ്റെ ഭാഗമോ കണ്ടെത്തുകയോ ചെയ്യുക. ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടത്? ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടത്? തദ്ദേശ ഭരണ തലവൻ. ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ ഏതാണ്? 14 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവ്. NDPS നിയമം ആർക്കെല്ലാം ബാധകമാണ്? ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും. NDPS നിയമം ആർക്കെല്ലാം ബാധകമാകും? ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസ് ആക്ടിലെ സെക്ഷൻ 31 പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റങ്ങൾക്ക് ബാധകമാണ്? സെക്ഷൻ 19, 24, 27.
ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തൻ്റെ സെൻറ്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരിക്കുന്നുവെന്ന് മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ചെയ്തത്? പോസ്കോ ആക്ട് 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്. കൂടാതെ 6 മാസം വരെ തടവിന് അർഹനാണ്. പോസ്കോയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഡി ആണ്. പോസ്കോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. 77 ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയെ വിധേയമാക്കാൻ കഴിയുമോ? ഉത്തരം എ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം. വിവര സാങ്കേതിക നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം സി. 1. ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ സെക്ഷൻ 666 എ. 2. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ സെക്ഷൻ 66 സി. കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാൽ ഉള്ള ശിക്ഷ സെക്ഷൻ 66 ഡി. സ്വകാര്യത ലംഘിച്ചതിനുള്ള ശിക്ഷ സെക്ഷൻ 66 ഇ. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഡി. മുകളിൽ പറഞ്ഞതൊന്നുമല്ല. സംസ്ഥാന വിവരാവകാശ ഉദ്യോഗസ്ഥൻ 3-ാം കക്ഷി വിവരങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ ആ 3-ാം വ്യക്തിക്ക് രേഖാമൂലം അറിയിപ്പ് നൽകണം. വ്യാപാര അല്ലെങ്കിൽ വാണിജ്യ രഹസ്യങ്ങളുടെ കാര്യത്തിൽ 3-ാം കക്ഷിക്ക് വിവരങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല. 3-ാം കക്ഷിക്ക് വിവരങ്ങൾ നൽകാനുള്ള തീരുമാന നോട്ടീസിന് അപ്പീൽ നൽകാൻ കഴിയില്ല. മുകളിൽ പറഞ്ഞ ഒന്നുമല്ല. വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? സംസ്ഥാനവുമായി ബന്ധം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ. പ്രേക്ഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഉത്തരം സി. പ്രേക്ഷക. നിഷ്ഫലനം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക. ഉത്തരം ബി ആണ്. മലയാളം ചോദ്യങ്ങൾ ഉത്തരങ്ങൾ. നിരാമയം എന്ന പദത്തിന് പിരിച്ചെഴുതി രൂപ ആമയം. സമത എന്ന വാക്കിൻ്റെ സമാനാർത്ഥത്തിലുള്ള പദം കണ്ടെത്തുക. തുല്യത. 12 വർഷകാലം എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? വ്യാഴവട്ടം. താഴെ കൊടുത്തവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം തിരഞ്ഞെടുക്കുക. ചെന്നവർ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. അഷ്ടമുഷ്ടി. 88 മുല്ലപ്പൂമ്പടിയേറ്റും കിടക്കും കല്ലിനുമുണ്ടാം സൗരഭം. ഈ വരികളുടെ സമാനാശം വരുന്ന പഴഞ്ചൊല്ലേത്? പാലോട് ചേർന്ന വെള്ളവും പാലാകും. പ്രിമിറ്റീവ് എന്നതിൻ്റെ പരിഭാഷാപദം കണ്ടെത്തുക. പ്രാകൃതമായ. താഴെ കൊടുത്തതിൽ കാട് എന്ന പദത്തിൻ്റെ പര്യായ പദക്കൂട്ടം ഏത്? ഉത്തരം സി ആണ്. കാനനം, ഗഹനം, വിപിനം. 91 ഇംഗ്ലീഷ് ചോദ്യങ്ങളും ഉത്തരവുകളാണ്. Change the following to the indirect speech. ഉത്തരം സി ആണ്. The teacher said that the earth revolves around the sun. Find the errors and write the correct sentence. I have been working hard since 2019. Pick the correct comparative degree sentence. My car is faster than yours. Add suitable question tag to the following sentence. Shall we? Complete the sentence by adding a suitable word given below. Would have. Select the sentence with the correct collective noun. The pride of lions roamed the forest. Choose the correct one-word adjectives. Choose the abundant. ഉത്തരം സി ആണ്. Choose the correct spelling. ഉത്തരം എ ആണ്. Fill in the blank over.